എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന പോലെ നല്ല സൂപ്പർ ടേസ്റ്റി സ്നാക്സ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാവേ. അതിന് 2 കിഴങ്ങ്, 2 സവാള, 2 ക്യാരറ്റ് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. 3-4 വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് ഇത്രയും സാധനങ്ങളോട് വേണം കേട്ടോ. അതിൻ്റെ അകത്ത് കിഴങ്ങ് ഒഴിവാക്കി ബാക്കി എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കണേ. എന്നിട്ട് കുക്കറിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ആ ചൂടാകുമ്പോൾ ഇച്ചിരി പെരിഞ്ചീരകം പൊട്ടിച്ചെടുത്ത് വെച്ച് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേനും 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തേച്ച് നമ്മൾ ആ കിഴങ്ങ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ആ അരച്ച് വെച്ച പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം എന്ന് പറഞ്ഞാൽ കിഴങ്ങിൻ്റെ ഈ മിക്സ് അടുക്കി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് 3 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ആ നേരത്തിൽ നമുക്ക് 2 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 സ്പൂൺ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുതേ, ഉറപ്പായിട്ട് വിടണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ചപ്പാത്തി മാവിനേക്കാൾ ഇച്ചിരൂടെ ഹാർഡായിട്ട് വരുന്ന ഇച്ചിരി കട്ടി വരുന്ന പോലെ കുഴച്ചെടുക്കണം, ഉരുട്ടിയെടുക്കണം കേട്ടോ. അന്നേരത്തേനും നമ്മുടെ കിഴങ്ങൊക്കെ നല്ല സെറ്റായിട്ട് ഇതിനി ആറി വരണേ. എന്നിട്ട് നമ്മൾ ആ കിഴങ്ങ് ഉടച്ച് അത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. വേറെ ആയിട്ട് പുഴുങ്ങി പൊടിച്ച് ചേർത്താലും മതി, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അത് നല്ലപോലെ 2 ബോളാക്കി 2ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇത്രയും കട്ടിക്ക് പരത്തിയിരിക്കണം. തീരെ നൈസായിട്ട് പരത്തി അത് പൊട്ടിപ്പോവേ. ബട്ട് നമ്മുടെ ഫില്ലിങ്സ് ചൂടാറാൻ മാറ്റി വെച്ചല്ലോ നമ്മൾ. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് നിറച്ചു ഇതുപോലെയൊക്കെ പരത്തി കൈകൊണ്ട് പരത്തി കൊടുത്താലും മതി, ചൂടാറിയല്ലോ. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി റോളാക്കി എടുത്തിട്ട് കത്തിക്ക് ഓരോ ചെറിയ ചപ്പാത്തിയുടെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ, തീരെ നൈസാക്കണ്ട, ആവശ്യമുള്ള വലുപ്പത്തിന് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വലുതും വേണ്ട, ഏകദേശം അറിയാമല്ലോ. എന്നിട്ട് ആ ചുറ്റിയുള്ള ആ ഭാഗമില്ലേ, ആ റോളായിട്ടുള്ള ഭാഗം കൈവെള്ളേ വരുന്ന പോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ഞാനിത് ബട്ടറിലാട്ടോ ഉണ്ടാക്കുന്നത്. നെയ്യോ എണ്ണയോ എന്ത് എണ്ണയോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടറിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് ഞാൻ. അതുപോലെ ഈ ബട്ടർ മേടിക്കുമ്പോൾ എക്സ്പയറി ഒക്കെ നോക്കി കറക്റ്റായിട്ട് മേടിച്ച് കറക്റ്റ് സമയത്തൊക്കെ തീർക്കാൻ നോക്കണം. എനിക്കിങ്ങനെ ഇരുന്ന് പോകും, ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ച് ബാക്കിയൊക്കെ വരുമ്പോൾ അത് അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ഇതുപോലെ തന്നെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കും തോന്നുവാണെങ്കിൽ ഇച്ചിരി ആ മൈദാപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്നാലും ഇച്ചിരി കയ്യിലൊന്നും തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. അതുപോലെ ആ പഞ്ചസാര ചേർത്തേക്കുന്നതുകൊണ്ട് കണ്ടോ ഇതിങ്ങനെ പെട്ടെന്ന് ബ്രൗൺ കളർ വരും, പെട്ടെന്ന് കുക്കാകും കേട്ടോ. 3 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്യാൻ നിൽക്കല്ലേ, കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്നായിട്ട് ചൂടേ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നല്ല കേട്ടോ. സ്നാക്സൊക്കെ കൊടുത്തു വിടുമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. മറിച്ചിട്ടേച്ച് നമ്മൾ അങ്ങനെ വെച്ചോ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. പിന്നെ 2 ബോൾ ഉണ്ടായിരുന്നല്ലോ, രണ്ടാമത്തെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തേച്ച് ഇതേ 3 പ്രാവശ്യം ഉണ്ടാക്കാനുണ്ടായിരുന്നു നമുക്കിത്. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത്, ചെറിയ പാനായിരുന്നല്ലോ. അതുപോലെ ഇത് മൈദ തന്നെ ആയിട്ട് ഉണ്ടാക്കാം, ഗോതമ്പ് പൊടി തന്നെ എടുത്ത് ഉണ്ടാക്കാവേ. അപ്പോൾ ഒട്ടിപ്പിടിക്കും തോന്നുവാണെങ്കിൽ ഇതുപോലെ ഇച്ചിരി പൊടി വിതറി കൊടുത്തേച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ആകമൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന പോലെ കേട്ടോ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിക്കനൊന്നും കഴിക്കില്ലാത്തവർക്കും എല്ലാവർക്കും ഞാൻ ചിക്കനും ബീഫും ഒക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കാവേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതിന് യാതൊരു മടിയിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ബൈ.